നെക്സ്റ്റ് നമുക്ക് പറയാൻ ടേമാണ് പീരീഡ്. പീരീഡ് എന്ന് വെച്ചാൽ വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? പീരീഡ്. ഫോർ എക്സാമ്പിൾ നമ്മളെ ഒരു സ്വിങ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? അത് മുന്നോട്ട് പോകണം, എന്നിട്ട് അത് അതേപോലെ ബാക്കോട്ട് പോയിട്ട് അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരണം. അപ്പോഴാണ് ഒരു ഓസിലേഷൻ നടക്കാമെന്ന് പറഞ്ഞു. മുന്നോട്ട് പോയി ബാക്കോട്ട് പോയി എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടത്തേക്ക് തിരിച്ചെത്തണം. അപ്പോഴാണ് ഒരു ഓസിലേഷൻ. അപ്പോൾ ഒരു സ്വിങ് മുന്നോട്ട് പോയി ബാക്കോട്ട് പോയി അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയത്തിന് എന്ത് പറയുന്നത്? പീരീഡ്. ഒരു ഓസിലേഷൻ നടത്താൻ എടുക്കുന്ന പീരീഡ്, സമയം. അപ്പോൾ നമ്മളൊരു വേവായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്ന സമയത്തോ, ഒരു വേവ് ഞാൻ ഈ സെഷൻ അതിനെ സെക്കൻഡ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 0, 1, 2, 3, 4. നമ്മുടെ വേവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്തി, തിരിച്ചു വന്നു, അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് താഴേക്ക് കാണിച്ചു, ഇവിടെ തിരിച്ചെത്തി. സോ ഇത് സെക്കൻഡിലാണ് മാർക്ക് ചെയ്തിരുന്നത്. 0 സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. അപ്പോൾ ഒരു വേവ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ തുടങ്ങിയിട്ട് മേലേക്ക് പോയിട്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിച്ച് താഴേക്ക് വന്ന് അതിൻ്റെ മുന്നോട്ട് പോയി താഴോട്ട് പോയി എന്നിട്ട് അത് എവിടുന്നാണോ തുടങ്ങിയത് ആ പൊസിഷനിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്ക് എത്ര സെക്കൻഡ് എടുത്തു? 4 സെക്കൻഡ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ വേവിൻ്റെ പീരീഡ് എന്താണ്? പീരീഡ് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. ഓക്കെ, അതാണ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെ ഫ്രണ്ട് ടു ആൻഡ് ഫ്രോ എന്നിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് പീരീഡ്. ഓക്കെ, പീരീഡിനെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ പീരീഡിനെ ഈ ഒരു രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, പീരീഡ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര ടൈം എടുത്തു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അത് നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ പീരീഡ് എന്ന് വെച്ചാൽ 1 ഓസിലേഷൻ എടുക്കുന്ന സമയമാണ് പീരീഡ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. പീരീഡിനെ നമ്മൾ T ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പീരീഡിനെ നമുക്ക് ഏത് രീതിയിൽ ഡിഫൈൻ ചെയ്യാം? ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഓക്കെ, ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റിനെ കണ്ടോ, ഇഫ് എ പെൻഡുലം ടേക്ക് 1 minute to complete 30 oscillation, how much time it days take to complete 1 oscillation? അപ്പം നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പീരീഡിൻ്റെ ഡെഫിനിഷൻ. നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? 1 ഓസിലേഷൻ എടുക്കുന്ന ടൈം. അപ്പം നമ്മൾ 1 ഓസിലേഷൻ എടുക്കുന്ന ടൈമിന് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1 ഓസിലേഷൻ എടുക്കുന്ന ടൈമിന് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? പീരീഡ്. സോ നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പീരീഡിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ, അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഡെഫിനിഷൻ. ടോട്ടൽ ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഓക്കെ, നമ്മൾ പീരീഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനിൽ 1 മിനിറ്റിൽ 30 ഓസിലേഷൻ, അതായത് 1 മിനിറ്റിൽ 30 ഓസിലേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ പീരീഡിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ 1 മിനിറ്റിന് നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 60 സെക്കൻഡ്. സോ ടോട്ടൽ ടൈം എത്ര എടുക്കുന്നത്? 60 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ എത്ര തന്നിട്ടുള്ളത്? 30. ദാറ്റ് ഈസ് 60 ഡിവൈഡഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 2. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? പീരീഡ്. സോ എന്ത് കൊടുക്കണം? സെക്കൻഡ്. അപ്പോൾ നമ്മൾ 30 ഓസിലേഷൻ എടുക്കുന്നത് 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 2 സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് പീരീഡിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 second if a pendulum take 1 minute to complete 30 oscillation. ഓക്കെ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയണം? എന്താണ് ഫ്രീക്വൻസി എന്നറിയണം.
ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലേ, ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്, ഒരു സെക്കൻഡിൽ നടക്കുന്ന ഓസിലേഷൻ എത്രയാണ്, അതിനെ ഡിഫൈൻ ചെയ്യണം നമ്മൾ എന്തറിയണം, എന്താണ് ഫ്രീക്വൻസി. പീരീഡ് എന്ന് വെച്ചാൽ, പീരീഡ് എന്താ പറഞ്ഞത്, ഒരു ഓസിലേഷൻ ചെയ്യാൻ എടുക്കുന്ന സമയം. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന ഓസിലേഷൻ എത്രയാണ്, അതാണ് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി അതാണ്. സോ നമുക്ക് എന്താ, ഫ്രീക്വൻസിനെ ഏത് രൂപത്തിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഹെഡ്സ് ആണ് ഫ്രീക്വൻസിൻ്റെ SI യൂണിറ്റ്. ഫ്രീക്വൻസിനെ നമ്മൾ F ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ എന്താ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. ഓക്കെ, നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി, നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ പെൻഡുലം ഇഫ് ഇറ്റ് ടേക്ക് 1 minute ഫോർ 120 ഓസിലേഷൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്, 1 minute തന്നിട്ടുണ്ട്, 1 minute തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ 60 സെക്കൻഡ്സിലേക്ക് മാറ്റി എഴുതി. അതുപോലെ തന്നെ 120 ഓസിലേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഓസിലേഷൻ. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്പർ ഓഫ് ഓസിലേഷനാണ് മേലെ എഴുതേണ്ടത്. 120 ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുക്കുന്നത്, 60 സെക്കൻഡ്സ്. സോ എത്ര കിട്ടാം, 2 ഹെഡ്സ്. ഫ്രീക്വൻസി ആൻഡ് ഹെഡ്സിൽ ഡിനോട്ട് ചെയ്യാം. സിമ്പിൾ പ്രോബ്ലം അല്ലേ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മേലെ കണ്ടൊരു പ്രോബ്ലം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ നടക്കുന്ന ഓസിലേഷൻ നമ്മൾ ഇൻഡയറക്ട്ലി വിളിക്കുന്ന പേരെന്താ, ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ നടക്കുന്ന ഓസിലേഷൻ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി. അപ്പോൾ ഇൻഡയറക്ട്ലി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഫ്രീക്വൻസി. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ മേലെ എഴുതേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുത്തു. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഇവിടെ എത്ര തന്നിട്ടുള്ളത്, 30. എത്ര ടൈം എടുത്തു, 1 minute എന്ന് വെച്ചാൽ 60. സോ എന്താണ്, ദാറ്റ് ഈസ് 1/2, 0.5 ഹെഡ്സ്. ഓക്കെ,